ഇന്നത്തെ വീഡിയോ ഒരു പുതിയ ഡ്രസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ടിപ്സിനെ പറ്റിയോ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ലൈഫിലെ ഒരു 6 മാസത്തെ ഒരു കഥയാണ് പറയുന്നത്. കഥ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ജേർണി, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് എത്രത്തോളം മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ ഒട്ടും സംസാരിക്കാൻ അറിയുന്ന ആളല്ല. എൻ്റെ ഐഡിയാസ്, ഫീലിങ്സ് ഒന്നും എനിക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് ഒട്ടും അറിയത്തില്ല. പക്ഷെ എന്തോ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്ത് അതൊന്നും ശരിയാകാതെ ഒരുപാട് വർഷം കളഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രൊഫഷനിൽ എത്തിയതെന്ന്. 2026 ജനുവരി 1 മുതലാണ് ഞാൻ ആക്ച്വലി ഈ പേജിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി. എല്ലാവരെയും പോലെ ഒരുപാട് ഡ്രീംസൊക്കെ ഉണ്ട്, പക്ഷെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് 10% പോലും ഇല്ല. എനിക്ക് എന്ത് കാര്യം ചെയ്യാനും പേടിയാണ്. ശരിയാകുന്നുണ്ടോ ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് ഏറ്റവും അവസാനം അത് ഡ്രോപ്പ് ചെയ്യലാണ് എൻ്റെ മെയിൻ പരിപാടി. ഇപ്പോൾ തന്നെ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഒരു ഉറപ്പുമില്ല ഞാൻ ഇത് ഇടുമെന്ന്. കാരണം അതിന് എനിക്ക് പേടിയെന്നല്ലാതെ മറ്റുള്ളവരെങ്ങനെ അതിനെ ജഡ്ജ് ചെയ്യും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ചിലപ്പോൾ ഇത് ഇടില്ലായിരിക്കാം, ചിലപ്പോൾ ഇടുമായിരിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ വീഡിയോ കാണുന്നത് എനിക്ക് കോഴിക്കോട് നിന്ന് വന്ന ഒരു ഓർഡർ ആയിരുന്നു. ഫ്ലെയർഡ് പലാസോ വിത്ത് ഷോർട്ട് കുർത്തിയും ഷോളും. എനിക്ക് ദൂരെ നിന്ന് വരുന്ന അതിൻ്റെ രണ്ടാമത്തെ ഓർഡർ ആയിരുന്നു ഇത്. ആദ്യത്തേത് ഒരു ബാംഗ്ലൂരിൽ നിന്നൊരു ചേച്ചി തന്നതായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഓർഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അവർക്കിത് ഇഷ്ടമാകുമോ, എൻ്റെ തയ്യൽ ശരിയാകുമോ എന്നൊക്കെ ഓർത്ത് എനിക്ക് വീഡിയോസ് പോലും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എങ്ങനെയെങ്കിലും ഒന്നും ഈ സാധനം അവരുടെ കയ്യിലെത്തി അവർക്കത് ഓക്കെയാന്ന് പറയുന്നത് വരെ എനിക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു. ഞാൻ പുറത്തോട്ടൊന്നും അധികം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. കൂടുതലും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ വീടിനടുത്തുള്ളവർക്കൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടൊന്നുമല്ല ഇപ്പോൾ ഇത് പറയുന്നത്. പക്ഷേ എന്നെപ്പോലെ പല ആഗ്രഹങ്ങളുണ്ടായിട്ടും ഒന്നും തുടങ്ങി വയ്ക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇനിയും സമയം കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി.